ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഉണക്കമീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത്. 4 അയല മീൻ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം അരമണിക്കൂറോളം അയല മീൻ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെ എടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഉണക്കമീനെല്ലാം ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുറച്ചധികം സമയം ഇട്ട് വെച്ചിരുന്നാൽ അതിൻ്റെ ഉപ്പ് ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഏകദേശം അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം തന്നെ അതിൻ്റെ തല മാറ്റിയെടുത്തതിന് ശേഷം നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കാം. നല്ലതുപോലെ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കണം. അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമെല്ലാം മാറി കിട്ടിക്കോളും. നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കുടലിൻ്റെ ഭാഗമെല്ലാം തുറന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഓരോരോ മീനായിട്ടെടുത്ത് ഇതുപോലെ തല നീക്കം ചെയ്തതിന് ശേഷം അതിൻ്റെ കുടലിൻ്റെ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കറുത്ത നിറത്തിലിരിക്കുന്നതെല്ലാം നല്ലതുപോലെ നീക്കം ചെയ്തിരിക്കണം. എല്ലാം ഇത്തരത്തിൽ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും 2 വെള്ളം നന്നായിട്ട് കഴുകുക. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വാല് നീക്കം ചെയ്തെടുത്തിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ചിറകുകളും നീക്കം ചെയ്തിരിക്കണം. അതിനുശേഷം വേണം മുറിച്ചെടുക്കാനായിട്ട്. 2 പ്രാവശ്യം കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതിനെ എടുത്ത് ഒരു കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. തീരെ ചെറിയ കഷ്ണങ്ങളാകണ്ട. തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു അയലേനെ ഒരു 4 കഷ്ണമായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ അയല ഉണക്കമീനിൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വലിച്ചെടുത്താൽ മതിയാകും. അതിൻ്റെ സ്കിന്ന് നന്നായിട്ട് ഇളകി വന്നോളും. സ്കിന്നൊക്കെ നീക്കം ചെയ്തെടുത്തതിന് ശേഷം അയല മീൻ കറി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ രുചികരമായിരിക്കും. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അയല മീൻ കറി വയ്ക്കാൻ തയ്യാറായിട്ടുണ്ടാവും. ഇതിനെ കറി വയ്ക്കുകയോ വറുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്